നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് പുതിയ കാറല്ലേ സാർ? പിന്നെന്താ പെട്ടെന്ന് വിൽക്കാൻ തീരുമാനിച്ചത്? ചെറിയ പേഴ്സണൽ മാറ്റേഴ്സ്, വേറൊന്നുമില്ല. ഓക്കെ, നോ ഇഷ്യൂ. സാർ ഉദ്ദേശിക്കുന്ന വില എത്രയെന്ന് പറയാമോ? എനിക്ക് മൊത്തത്തിൽ ഓണ്ടോടെ ഒരു 20 lakh ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വില തരാൻ പറ്റും? ഞാനൊരു യൂസ്ഡ് കാറിന്റെ ബിസിനസ്സുകാരനല്ലേ സാർ, എനിക്കും എന്തെങ്കിലും കിട്ടണ്ടേ സാർ? ഒരു കാര്യം ചെയ്യാം, ഒരു 17 lakhs ആണെങ്കിൽ ഞാൻ എടുത്തോളാം. ഇപ്പൊ ഡീൽ ഉറപ്പിക്കാം. എന്താ? ഞാൻ മറിച്ച് വിൽക്കുമ്പോൾ എനിക്കും എന്തെങ്കിലും ലാഭം കിട്ടണ്ടേ സാർ? ഓക്കെ എന്നൊരു വാക്ക് പറഞ്ഞാൽ ഇപ്പൊ തന്നെ എമൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഞാൻ ഓൺലൈനിൽ പരസ്യം കൊടുത്തിട്ട് അധിക സമയമായില്ല. അതിനു മുമ്പേ ഒരു കച്ചവടം നടത്താന്ന് പറയുമ്പോൾ ഞങ്ങൾ യൂസ്ഡ് കാർ ബിസിനസ്സുകാര് ഏത് സമയം ഇത് തന്നെയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പുതിയ കാറൊക്കെ മാർക്കറ്റിൽ വന്നാ വേറെ ഏതെങ്കിലും ടീം കുത്തിക്കൊണ്ട് പൊക്കളയും. അതാ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തും സംസാരിച്ചതും. ഒരു കാര്യം ചെയ്യാം, ഒരു 25 കൂടി കയറ്റി വെക്കാം. അപ്പോ ഫൈനലി 70,25,000. ഓക്കെ ആണോ? ഓക്കെ. എങ്കിൽ പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നാ ഫുൾ ക്യാഷ് ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഇവിടെ വെച്ച് തന്നെ വണ്ടിയും കൈമാറാം. സാറിന് പ്രോബ്ലം ഒന്നുമില്ലല്ലോ? പ്രോബ്ലം ഉണ്ടോന്ന് ചോദിച്ചാ കുഴപ്പമൊന്നുമില്ല. ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് മെസ്സേജ് ചെയ്യാം. സാർ, ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ പേപ്പർ കൂടി ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ മതി. അല്ല, അതിപ്പോ എങ്ങനെ? ഞങ്ങൾ കച്ചവടക്കാരല്ലേ സാർ, ആ ഫോമൊക്കെ എപ്പോഴും കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. എടുത്തുതരാം. എങ്കിൽ പിന്നെ ഞാൻ കാറിന്റെ പേപ്പേഴ്സിൽ എടുക്കാം. ശരി. ഇതിലൊന്ന് സൈൻ ചെയ്തോളൂ. ഇവിടെ. ഓക്കെ. ഓക്കെ. എത്ര പെട്ടെന്ന് ഇത് വിട്ടുപോകുന്നു ഞാൻ കരുതിയില്ല. ഡോക്യുമെന്റ്സും ചാവിയും. താങ്ക് യു സാർ. സാറിന് എവിടേക്കാ പോകണമെന്ന് വെച്ചാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട വേണ്ട, ഞാനൊരു ഓട്ടോ എടുത്ത് പോയിക്കോളാം. ആ ശരി സാർ. ശരി ശരി എന്നാ. ശരി സാർ, ബൈ. അങ്ങനെ ആ കച്ചവടം കഴിഞ്ഞു അല്ലേ? ഗൗതം ഭാര്യയ്ക്ക് പിറന്നാൾ സമ്മാനമായിട്ട് വാങ്ങിക്കൊടുത്ത കാർ ഇപ്പൊ നമുക്ക് സ്വന്തമായി സാർ. നോനോ, നമ്മളുടെ സ്വന്തമല്ല, എന്റെ മാത്രം സ്വന്തം. ഓക്കെ ഓക്കെ സാർ. ആ ഡോക്യുമെന്റ്സ് എവിടെ? കാറ് വിറ്റിട്ട് പകരം ഒരു വലിയ ആപത്താണ് ഗൗതം തലയെ കയറ്റി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ CKC എന്താ നേരത്തെ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞത്? എന്തായാലും ഒന്നുകൂടി ഒന്ന് വിളിക്കാം. ആ വസുന്ധര പറയൂ. CKC എന്താ നേരത്തെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞത്? പുതിയ കാറ് വിൽക്കാനായി ഗൗതം ഓൺലൈനിൽ പരസ്യം കൊടുത്തെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ഐഡിയ തോന്നി. പിന്നെ ഒന്നും നോക്കില്ല, ഒരാളിനെ ബിനാമിയായി വെച്ച് ഞാൻ ആ കാറിങ് വാങ്ങി. വാട്ട്? അപശകുനം പിടിച്ച ആ കാറ് വാങ്ങിയിട്ട് CKCക്ക് എന്ത് ചെയ്യാനാ? വസുന്ധരയുടെ ഗൗതം മോൻ അവന്റെ പ്രിയ ഭാര്യയുടെ പിറന്നാൾ കൊണ്ടാടാൻ പോകലേന്ന്. അപ്പൊ പിന്നെ ഞാനും പിറന്നാൾ സമ്മാനമായി നിധിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതുകൊണ്ടാ ഞാൻ ആ കാറ് വാങ്ങിയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ കാറ് വീണ്ടും നിധിക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പോവാണോ? അതെന്തിനാ? ഒരു സമ്മാനം. അത് കാറാണോ മറ്റെന്തെങ്കിലും ആണോന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കൃത്യമായി ബർത്ത്ഡേ ആഘോഷം തുടങ്ങുമ്പോഴേക്കും അതങ്ങ് എത്തും. എന്തായാലും അതെന്നോട് തുറന്നു പറഞ്ഞൂടെ CKC? ഒന്ന് സമാധാനപ്പെടു വസുന്ധരെ. നിധി പിറന്നാൾ കേക്കിലേക്ക് കത്തി വെക്കുമ്പോഴേക്കും എന്റെ സമ്മാനം അവിടെ എത്തിയിരിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഹലോ,
എന്താടാ നിഖിലേ? എത്ര നേരം ഞാൻ വിളിക്കുന്നു, കിട്ടുന്നേ ഇല്ലല്ലോ. അവിടെ റേഞ്ചില്ലേ ചേച്ചി? എന്തോ അറിയില്ലടാ. എന്താ കാര്യം? കുറെ നേരമായിട്ട് ചേച്ചിയായിട്ട് സംസാരിക്കണമെന്ന് നിർമ്മലാൻറ്റി പറയുക. ഞാൻ ഫോൺ കൊടുക്കാം. ദാ നിധി, എന്താ എന്റെ ഇത്? മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. വീണ്ടും സമയത്ത് ഭക്ഷണം കഴിക്കാതായോ? ഏയ്, ആകുന്ന പോലെയൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ മനസ്സിനൊരു സമാധാനമില്ലല്ലോ. നിന്റെ പിറന്നാളിന്റെ അന്ന് ഗൗതമനെയും കൂട്ടി വരാന്ന് പറഞ്ഞിട്ട് നീ വന്നില്ലല്ലോ. പിറന്നാളിന്റെ അന്ന് ആന്റിയുടെ അടുത്ത് വരണമെന്ന് ഞാൻ ഗൗതമിനോട് പറഞ്ഞതായിരുന്നു. ഗൗതം അത് സമ്മതിച്ചതുമാ. പക്ഷെ അന്ന് അപ്രതീക്ഷിതമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിഖില് പറഞ്ഞു. കാത്തിരുന്ന് ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഇനി ഒരിക്കലും എന്റെ മോനെ ഒന്ന് കാണാൻ പോലും ആവാതെ മരിക്കേണ്ടി വരുമെന്ന് തോന്നല എപ്പോഴും എനിക്ക്, ഏത് സമയവും. ആന്റി അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഗൗതമിനോട് ഞാൻ എല്ലാ സത്യവും തുറന്നു പറയുക തന്നെ ചെയ്യും. പക്ഷേ അതിനു മുൻപേ ഇവിടുത്തെ സാഹചര്യം എനിക്കൊന്ന് ശരിയാക്കണം. അവിടുത്തെ സാഹചര്യം ശരിയാവുന്നതുവരെ കാത്തിരിക്കാൻ ദൈവം എന്നെ അനുവദിക്കില്ലല്ലോ മോളെ. നിനക്കെന്നോട് വിരോധം തോന്നുമെന്ന് എനിക്കറിയാം. പക്ഷെ വേറെ വഴിയില്ല. ഞാൻ ഇനി അധികം കാത്തിരിക്കുന്നില്ല. ഗൗതമനെ നേരിട്ട് കണ്ട് എല്ലാം പറയേണ്ടി വരും എനിക്ക്. ആന്റി, ആന്റി വീണ്ടും ഇത് തന്നെ പറയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം നമുക്ക്. ഇത് പറച്ചില് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ നൊന്ത് പ്രസവിച്ച് എന്റെ മോനെ ഒന്ന് കാണാനുള്ള അവസരം പോലും ഇല്ലാന്ന് വെച്ചാ എന്ത് ചെയ്യും? പണ്ടൊക്കെ ഇടയ്ക്ക് നീ എന്റെ അരികിലേക്ക് അവനെ കൊണ്ടുവരികയെങ്കിലും ചെയ്യുമായിരുന്നു. ഇപ്പൊ അതുമില്ല. മനഃപൂർവ്വം തന്നെ ഗൗതമിനെ എന്റെ കൺവെട്ടത്ത് നിന്ന് അകറ്റുകയല്ലേ നീ ഇപ്പൊ ചെയ്യുന്നത്? ആന്റിക്കിപ്പോ എന്താ വേണ്ടത്? ഗൗതമിനെ കാണണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് ഇന്ന് എന്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ നിധി? അത് മുടങ്ങിപ്പോയ പിറന്നാൾ ആഘോഷം ഇന്നിവിടെ വീട്ടിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൗതമിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാം. നീ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാമല്ലോ? ഉറപ്പാണല്ലോ? ഉറപ്പായും ഞാനും ഗൗതം ഇന്ന് ആന്റിയുടെ അരികിലേക്ക് വരും. ഞാൻ പ്രതീക്ഷിച്ചിരിക്കും. വെക്കട്ടെ.